ദുബായ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് നേരെ നമ്മൾ വന്നത് അമൃത്സറിലാട്ടോ. അമൃത്സറിൽ ചെന്നെങ്കിൽ തോന്നുന്നു എല്ലാവരുടെയും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ടെമ്പിൾ ആണ്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ അത് തന്നെയായിരുന്നു. പിന്നെ അവിടെ അമ്പലത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ദുപ്പട്ട മാൻഡേറ്ററി ആണ്. സോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയതാണ്. പക്ഷേ ഭയങ്കര കളക്ഷനാണ്, നമ്മുടെ നാട്ടിലേക്കാളും അഫോർഡബിളും ആണ്. അങ്ങനെ അവിടെ കുറച്ച് ദുപ്പട്ടയും അതേപോലെ തന്നെ സ്യൂട്ട് സെറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഒരു റിക്ഷ പിടിച്ചിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്കാട്ടോ പോകുന്നത്. ഈ റിക്ഷ ഓടിക്കുന്ന ചേട്ടൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത്. ആളായിരുന്നു നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊന്നും അമ്പലത്തിലേക്ക് കയറ്റാൻ പറ്റാത്ത കാരണം നമ്മൾ അതൊക്കെ ആളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. അവിടെ അമ്പലത്തിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ കൈയും കാലൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണോട്ട് കയറാനായിട്ട്. അതും പോരാതെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്ന തൊട്ട് മുൻപ് തന്നെ അവിടെ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ചവിട്ടി കാലൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ സെയിം റിക്ഷച്ചേട്ടനെ തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആളാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് അവിടെ ഒരു കപ്പട മാർക്കറ്റ് ഉണ്ട്, അവിടെ നമുക്ക് വീണ്ടും കുറേ സ്യൂട്ട് സെറ്റൊക്കെ അഫോർഡബിൾ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അവിടെ ചെന്നു. അവിടെ നിന്നും നമ്മൾ വീണ്ടും കുറേ വാങ്ങിച്ചു കൂട്ടി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഹോട്ടലിൽ ചെന്ന് ഓടിപ്പടങ്ങി റെഡിയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് ഡെഡ് ഹെഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ലേ ഓവർ വിശേഷങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ.